ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിൻഡോയിൽ കൂടെ ഒക്കെ നോക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ സ്നോയിലെ വീട്ടിലാണുള്ളത്. ഭയങ്കര തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് ജാക്കറ്റൊന്നും ഇല്ല. പിന്നെ തൊണ്ടയ്ക്ക് തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു തുവാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൂസിമോളാണ്, നമ്മുടെ ഇതിൻ്റെ സൂസിമോളാണ്. ഇവളിപ്പോൾ കിടന്ന് ഉറങ്ങുക. ഓക്കെ, നമുക്ക് നേരെ താഴോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് പല്ലൊക്കെ തേച്ച് കേട്ടോ, കുളിക്കുകയും ചെയ്തു. എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ബാത്റൂം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നാണ് എല്ലാം ചെയ്യാറ്. ഇവിടെ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ട് അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ബോറാണ് ചേട്ടാ. എന്നല്ലേ കൂട്ടികൾ ഇതിനകത്തൊക്കെ പണി കിട്ടും. ഓക്കെ, നേരെ താഴോട്ട് പോകാം. ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കട്ടെ. അല്ലേ നമുക്ക് സിറ്റി 1 എനിക്കൊരു കടയുണ്ട്, ഡോണറ്റിൻ്റെ കട. അവിടെ പോയിട്ട് എന്നെ വന്നു ഇവിടെ സഹായിച്ചിട്ടുള്ള ഒരു സാധനം ഇവിടെ ഇരിക്കില്ല. ഇവിടെ ഇന്നലത്തെ ഫുഡാണ്, അങ്ങനെ കഴിക്കണ്ട. വീട്ടിൽ തന്നെ കിടക്കേണ്ടി വരും. ഓക്കെ, യൂസ് ചെയ്ത ഈ ഡോറാണ് ചേട്ടാ. ആരാണോ തുറക്കുന്നത്? ഇതിന് രാത്രി അടയ്ക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാം. വണ്ടീനെ എടുക്കുന്നത്. ഇതാണ് എൻ്റെ വണ്ടി. ഇവിടെ മൊത്തം പൊടിയും ചെളി ആയതുകൊണ്ട് മൊത്തം വണ്ടി വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഒരു സോഫയൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി നിർത്തിയിട്ടിട്ട് എനിക്കിപ്പോൾ അത്യാവശ്യം കഴിഞ്ഞ് പോകാൻ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുവാണേ. ഇതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഒരുമിച്ചൊരു വണ്ടിയെ പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ഞാൻ വണ്ടീൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നിട്ട് എല്ലാ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ PS5 ഒക്കെ എനിക്കുണ്ട് കേട്ടോ. 2 ജോയ്സ്റ്റിക്കൊക്കെ ഉണ്ട്. കൂട്ടുകാരൊക്കെ വരുവാണ് ഇവിടെ ഇരുന്ന് മ്യൂസിക്കൊക്കെ ഇട്ട് പാർട്ടിയൊക്കെ വന്ന് ഇവിടെയാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ക്ലീനൊന്നും ആക്കേണ്ട പണിയൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ വണ്ടി അടുത്തൊക്കെ പുറത്തോട്ടുണ്ട്. സോ നമുക്ക് നേരെ പോവാം. നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം നമുക്ക്. ഓക്കെ, അതാണ് നമ്മുടെ വണ്ടീൻ്റെ ശബ്ദമൊക്കെ വന്നേക്കുന്നത്. ഒരു പൊളി ബിയം കേട്ടോ. അടുത്ത എനിക്ക് എൻ്റെ ഒരു സൂപ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് തന്ന വണ്ടിയാണ് ശരിക്കും. അങ്ങനെ പൊക്കണം അങ്ങനെ എനിക്ക് കൂട്ടുകാരനൊന്നുമല്ല, വേറെ ഒരുത്തന് എനിക്ക് എക്സ്ചേഞ്ച് കിട്ടുമെന്ന്. ചുമ്മാ ഹാങ് ആണ്. നമുക്കെന്തായാലും നേരെ പോകാട്ടോ. ഞാൻ നേരെ സിറ്റി 1 വരെ പോകണം. അവരേജ് ഒന്നും ഇനി അടയ്ക്കാൻ സമയമില്ല. നമുക്ക് സിറ്റി 1 വരെ പോയിട്ട് നമുക്കൊന്ന് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. പിന്നെ കയ്യിലാണ് 5ൻ്റെ പൈസ ഇല്ല. ബിസിനസ്സിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വണ്ടി വാഷ് ചെയ്യാം. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ. അത് വെച്ച് ഫുഡ് കഴിക്കും. നേരെ സിറ്റി 1 പോകും. അതിൻ്റെ ആദ്യമേ ഈ കാട്ടിൽ നിന്ന് വന്നോട്ടോ. ഇതാണ് ഭയങ്കര പണിയും സ്കിഡാണ് മൊത്തത്തിൽ. ഇത്രയും പവറായതുകൊണ്ട് ഫുള്ള് സ്കിഡടിച്ച് കളിക്കും. പിന്നെ അതൊരു മാപ്പ് നിർട്ടെ ജസ്റ്റ് സിറ്റി 1 ഉണ്ട് ഇവിടെ ആയിട്ടാകേണ്ട. ഇതാണ് എൻ്റെ ബിസിനസ്. വലിയ ബിസിനസ്മാരാണ്. മുകേഷന്മാരെക്കാട്ടിലും വലുതാണ്. പക്ഷെ പൈസ ഇല്ലെന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ നേരെ പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും റിച്ച് ആവണ്ടയാണ്. കയ്യിൽ ഒരു കുറച്ച് പൈസ എത്തിക്കഴിഞ്ഞാൽ വളരെ വണ്ടി മേടിക്കും. നാട്ടിലുള്ള റിച്ച് വണ്ടി മൊത്തം ഗാരേജിൽ കിടക്കുന്നുണ്ട്. മനുഷ്യന് തിന്നാനും കുടിക്കാനും മാത്രമേ പൈസ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും പൈസ ഉണ്ട്. ഓക്കെ, നേരെ സിറ്റി 1 നമ്മുടെ യാത്ര. നിന്ന് സമരം വല്ലതും വേണമെന്ന് അറിയത്തില്ല. ഫുൾ ആളൊന്നും ഇല്ല കേട്ടോ. സമരം അങ്ങോട്ടാന്ന് തോന്നുന്നു. എന്നാലും എൻ്റെ ഡോണറ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ അവിടെ പോയി കഴിക്കാം. നൈസായിട്ട് വഴിയൊന്നും തെറ്റി ഗൈസ്. കുഴപ്പമില്ല, നേരെ പോകാൻ പറ്റും. നേരെ പോകാൻ വേണ്ടി വഴി കാണിച്ചിട്ട്. ഓക്കെ, ഇതെന്നാണ് ഇവൻ്റെ സ്കിഡാട്ടോ. ഭയങ്കര പവറാണ്.
ഞാനാണ് ഈ വണ്ടീൻ്റെ എൻജിനൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. V12 മറ്റേ 2 ലക്ഷത്തിൻ്റെ ഒരു എൻജിനില്ലേ, V12 എൻജിൻ. ഓക്കെ കയറ്റിയേക്കുന്നത് പവർ വണ്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റേസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അത് കഴിഞ്ഞിട്ടൊന്ന് ബാക്കിയുള്ളവരൊക്കെ സ്പീഡൊന്നും ഞാൻ കാണിച്ചു തരാം. സ്ട്രേറ്റ് റോഡ് കയറിയിട്ടില്ല, ചെറിയ അതൊക്കെ ഉണ്ട്, നല്ല സ്മൂത്താണ് കേട്ടോ. വളവും തിരിവൊക്കെ ഉള്ള സ്ട്രേറ്റ് റോഡ് കിട്ടുമായിരുന്നു കാണിക്കായിരുന്നു ജസ്റ്റ് നല്ലപോലെ. ഇപ്പം തന്നെ 200 കയറി, ഇപ്പം 300 കയറും പോയിക്കോ. ഇപ്പം തന്നെ കയറും 300. സ്കിഡാണ് സീൻ, സ്കിഡായി പക്ഷെ ഗ്ലിച്ചാണ്. എൻ്റെ ചെറിയ ഗ്ലിച്ച് വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് സിറ്റി 1 കേട്ടോ. നേരെ ഫസ്റ്റ് എൻ്റെ ബിസിനസ് വരുന്നത്, നിങ്ങൾക്ക് എൻ്റെ ബിസിനസ്സും കൂടെ വെച്ചാൽ ഓക്കെ. നമ്മുടെ ജസ്റ്റ് ഒരു അല്ല പോ വണ്ടിക്ക് ചെറിയ എന്തോ ഒരു സ്കിഡ് ഡ്രിഫ്റ്റ് മോഡാണോന്ന് നോക്കിയത്. അല്ല വേറെ സ്കിഡല്ലേ, അതുകൊണ്ട് ഓക്കെ. ഓക്കെ നമ്മൾ വേറെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഡോണറ്റ്സ് ഇവിടെ ആട്ടോ, ഡോണറ്റ്സിലോട്ട് എത്തിയിട്ടുണ്ട്. വേറെ ഇവിടുന്ന് വേറെ പൈസ വല്ലതും ഉണ്ടോ? 6000 രൂപയുണ്ട് കേട്ടോ ഇവിടുന്ന്. എന്തായാലും പൈസയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ വണ്ടി കിടപ്പില്ല, അതൊന്ന് തിരക്കാൻ തോന്നുന്നു. എന്തായാലും പോയി എന്തെങ്കിലും കഴിച്ചിട്ടൊന്നും വന്നേക്കാം, നോക്കിയതൊക്കെ അല്ലെങ്കിൽ എവനെയൊക്കെ എടുത്തോണ്ടൊക്കെ പോകും. വണ്ടി പിന്നെ സ്റ്റാർട്ടാക്കി തന്നെ നമ്മളില്ല, നമുക്ക് ഉച്ചയാകുമ്പോൾ പെട്രോളൊക്കെ നമുക്കൊരു വിഷയമല്ല. അതുകൊണ്ട് ഒരാളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അവരും പോകുന്നു. എൻ്റെ കട കൊണ്ട് പറയല്ല, ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. കണ്ടോ എൻ്റെ കടയിൽ എന്നാ തിരക്കാണ്. ഒരുത്തരാണ് ഈ അമ്മീന്നൊക്കെ. പക്ഷെ എന്നാ ചെയ്യാൻ എൻ്റെ കട. ഇപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്തായാലും. ഓക്കെ അതുകൊണ്ട് ഇവിടെ എനിക്ക് വേണ്ടി തന്നെ ഈ ബർഗറൊക്കെ കേട്ടോ വെച്ചേക്കുന്ന. അപ്പം ജസ്റ്റ് കഴിക്കട്ടെ. ഓക്കെ കുറേയൊക്കെ കഴിച്ച് ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല, അവിടെ ജിമ്മിലൊക്കെ പോയി ഡയറ്റ് കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. നേരെ എൻ്റെ വണ്ടീൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ വണ്ടി വാഷ് ചെയ്യാനും റിപ്പയർ ചെയ്യാനുള്ള കാശ് നമുക്ക് ജസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി ഒന്ന് വാഷ് റിപ്പയറും ചെയ്തിട്ട് ജസ്റ്റ് ട്രോപ്പിക്കിലോട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാം. ഓക്കെ ഓക്കെ നമ്മൾ ജസ്റ്റ് വരെ റിപ്പയറിങ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ അവിടെ നിന്ന് റിപ്പയർ ചെയ്തിട്ടൊക്കെ പോവാം. ഞാൻ ഇതിൽ എത്ര വട്ടം ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ വട്ടം ജസ്റ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ഇവിടെ ഇപ്പോൾ 2000 രൂപ മേടിക്കുന്നിടത്തുണ്ടല്ലോ. അവിടെ ഡെസേർട്ടിലൊരു കാർ വാഷ് ഉണ്ട്, അവിടെ ഒരു വാഷിങ്ങിന് 5000 രൂപ മേടിക്കുന്നത്. എല്ലാ കത്തിയാന്ന് പറയാം അവിടെയൊക്കെ. ഓക്കെ നമ്മൾ നേരെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാം. അറിയാതെ പാർക്കിങ്ങിലോട്ട് അറിയാതെ വീഴും. ഓക്കെ ലൊക്കേഷൻ ഇടാൻ നേരെ പോവാണ്. ട്രോപ്പിക്കിലോട്ടാണ് നേരെ പോകുന്നത്. ട്രോപ്പിക് ഓക്കെ വേറെ എടുക്കാം. ഓക്കെ അതിൽ പോവാണ്. ഇരിക്കാതെയൊക്കെ നമുക്ക് പോകാം. ഈ ഒരു വണ്ടിയും കൂടെ വെക്കാനുള്ള കാശില്ല, പാപ്പരാശിയാണ്. ഈ വണ്ടിയും വേറെ 2-3 വണ്ടി നിസാൻ്റെ GTR പഴയ മോഡല്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അതൊന്നും എടുത്തെടുത്ത് പാപ്പരാശിയായി. ഇപ്പോൾ അതിനൊറ്റ പൈസ ഇല്ല. അത് കിട്ടുമ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് ശകലം കിട്ടും. ഇല്ലാത്തപ്പോൾ നമുക്ക് ഇവിടെ പ്രമോഷന് പൈസ കിട്ടുന്നു. എൻ്റെ ഈ അക്കൗണ്ടിൽ ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് കൊണ്ടാലാണ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആകെ കുറച്ച് പൈസ എവിടെയെങ്കിലും കിട്ടുമെന്നത് ഇതിൽ നിന്ന് ബിസിനസ്സിൽ നിന്നും പിന്നെ അതിൻ്റെ ടാക്സ് ഓടിയിട്ട് വന്നത് എന്നോട് കിട്ടിയാൽ മതി. ഓക്കെ
ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വരുമായിരിക്കും. അവൻ വരണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വരും, ചിലപ്പോൾ വരും. അതിന് നമ്മളൊക്കെ ഇറങ്ങിയിട്ടൊന്ന് കയറേണ്ടി വരും. ഇപ്പോൾ സിംഗിൾ പ്ലേ ആണ്, മൾട്ടി പ്ലേ കളിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയിട്ട് കയറേണ്ടി വരും. എന്നാൽ നമുക്ക് പക്ഷേ ടോപ്പിക്ക് വരെ പോകാം. ഒരു വരുമോന്ന് അറിയില്ല. ഓക്കെ, ഞാനെന്തായാലും നല്ല സ്പീഡിലാണ് പോകുന്നത്. ഞാൻ പിന്നെ പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, സ്പീഡാണ്. നേരത്തെ പോലെ നേരത്തെ നിങ്ങൾ കാണിച്ചത് പെട്ടെന്നൊക്കെ കാണിക്കുക. നല്ല കഴിവാണ്. വണ്ടി ശരിയാക്കിയ വണ്ടീൻ്റെ പുതിയ കിറ്റൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. പുതിയ കിറ്റാണ്. ഹെഡ്ലൈറ്റ് നീട്ടി വെച്ചിട്ട് ടയറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലത്തെ പുതിയ കിറ്റാണ്. അത് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമ്മൾ റൈറ്റ് സൈഡിൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ആ വണ്ടീൻ്റെ എഞ്ചിനും പോയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് വയ്യാതെ പോകും. നല്ലത്. ഇനിയിപ്പോൾ സൂക്കേട് കാണിക്കുന്നു. എന്നെ ഇന്ത്യയിൽ ചിലപ്പോൾ അൺലോക്ക് ചെയ്താലും ആ സമയത്ത് ഇന്ത്യയിലായി അതെല്ലാം കാണിക്കുന്നത്. നമുക്ക് വേറെ എന്തായാലും എന്നാൽ ഈ വണ്ടീൻ്റെ ഒരു ഇതുണ്ട്, എഞ്ചിനായാലും സ്പീഡുണ്ട്. അത് വണ്ടീൻ്റെ ഇരിക്കുമ്പോൾ എഞ്ചിൻ്റെ വീട്ടിൽ വലിയില്ല. അത് ഞാൻ ഒഴിവാക്കി പറ്റാ അതിൻ്റെ വണ്ടി ഉണ്ട്. ഓക്കെ, ഇവിടെ മിക്കവാറും കൊണ്ട് കട്ടൻ്റെ സാധനം ഓടിക്കുമ്പോൾ കട്ടൻ്റെ വെക്കാൻ പറ്റില്ല. ഭാഗ്യമുണ്ട്. നമ്മളതിന് ടോപ്പിക്കിലോട്ട് എത്താൻ കഴിയും. അവിടെ ഇരിക്കാനും വലിയ ഇരിക്കുന്നത് ടോപ്പിക്ക് ഞാൻ ആദ്യമേ തന്നെയായാലും കാപ്പി അടിക്കൊണ്ടി വണ്ടി വരുന്നു. ഓക്കെ, വണ്ടിക്കിപ്പോൾ കറക്റ്റ് ഓട്ടോൻ്റെ ശബ്ദമായിട്ടുണ്ട്. വളവ് വെച്ചേക്കുന്നത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലയറിലോട്ടൊന്ന് പോകേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മിക്കവാറും ഒന്ന് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലയർ കയറേണ്ടി വരും. ഓക്കെ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. വേറൊരു മൾട്ടിപ്ലെയർ വീഡിയോ നമ്മൾ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്തിട്ട് നാളെ ഇടുകയാണ്. ഓക്കെ, ബൈ. ഞാൻ